നമശിവായ. നമസ്കാരം. ഇന്ദ്രാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗുരുരാതിരനാദിശ്ച ഗുരു പരമദേവതം ഗുരോ പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ജ്ഞാനപ്പാനാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികളുടെ അർത്ഥമെന്ന് നോക്കിയാൽ കവി പറഞ്ഞത്, മുൻവരികളിൽ പറഞ്ഞത്, മുമ്പ് കുറച്ച് വരികളായി പറഞ്ഞതിൻ്റെ അർത്ഥങ്ങൾ സംഗ്രഹിച്ച ഒരു രൂപമാണ് കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത്. അതായത്, കലിയുഗത്തിൽ മനുഷ്യജന്മം ലഭിച്ചിട്ട് പോലും നാം ആ അനുകൂല സാഹചര്യങ്ങളെ വേണ്ടവിധം ഉപയോഗപ്പെടുത്താതെ ദിവസം അത്രയും പാഴാക്കി കളഞ്ഞു എന്നാണ് ചുരുക്കത്തിൽ കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച വരികളുടെ രത്നച്ചുരുക്കം. തുടർന്നുള്ള വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. കൂടിയല്ല പിറക്കുന്ന നേരത്ത്, കൂടിയല്ല മരിക്കുന്ന നേരത്ത്, മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത്, മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. ഒരു ചോദ്യമാണ് കവി തന്നോട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നത്. നാം ജനിക്കുമ്പോൾ ആ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. ഇനി മരണസമയത്ത് ആരും നമ്മെ അനുഗമിക്കുകയുമില്ല. വളരെ മഹത്തായ ഒരു സത്യമാണ് കവി പറയുന്നത്. ജനനം മരണം രണ്ടും സത്യമാണ്. നമ്മൾ ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കാലത്ത് മാത്രമാണ് മറ്റുള്ളവരെ നാം കാണുന്നത്. ആ അല്പസമയത്ത് എന്തിനാണ് മത്സരാദികൾക്ക് മനസ്സിൽ സ്ഥാനം കൊടുക്കുന്നത്? എന്തിനാണ് നാം മത്സരിക്കുന്നത്? ആരോടാണ് നാം മത്സരിക്കുന്നത്? ഭൂമിയിൽ ജനിച്ച് വീഴുമ്പോഴോ മരിച്ച് ഭൂമി പരിത്യജിച്ച് പരലോകത്തേക്ക് നാം യാത്രയാകുമ്പോഴോ ആരും കൂട്ടിനില്ല. ഇവിടെ വന്ന് ജനിച്ച ശേഷമാണ് മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഭാര്യ പുത്രാദികൾ, മറ്റ് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവരുമായി കൂട്ടുകൂടുന്നത്. അങ്ങനെ സ്വല്പകാലത്തേക്ക് മാത്രം കൂട്ടാളികളായിട്ടിരിക്കുന്ന അവരോട് മത്സരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. എല്ലാവരോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി, പരസ്പര ബഹുമാനത്തോടു കൂടി, പരസ്പര സ്നേഹത്തോടു കൂടി, സഹജീവി സ്നേഹത്തോടു കൂടി, സകല ചരാചരങ്ങളെയും സ്നേഹിച്ചുകൊണ്ട്, സകല ചരാചരങ്ങളെയും സമഭാവനയിൽ കണ്ടുകൊണ്ട് ജീവിക്കാനാണ് കവി പറയുന്നത്. നമുക്കുള്ളതുപോലെ അവകാശം ഭൂമിയിൽ അവർക്കുമുണ്ട്. ഒരു പുൽക്കൊടിക്ക് പോലും, ഇതാണ് സകല ചരാചരങ്ങളെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഒരു പുൽക്കൊടിക്ക് പോലും, ഒരു കുഞ്ഞുറുമ്പിന് പോലും നമ്മെപ്പോലെ തന്നെ അവകാശം ഈ ഭാരതക്ഷേത്രത്തിൽ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി സഹകരിച്ച് പോകുവാനാണ്. നമ്മൾ പോകുമ്പോൾ ഒന്നും ആരും കൂടെ വരുന്നില്ല, നമ്മളിങ്ങോട്ട് ജനിക്കുമ്പോഴും ആരും കൂടെ വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏതാനും കുറച്ച് സമയം എല്ലാവരോടും സഹജീവി സ്നേഹത്തോട് ജീവിക്കുവാനാണ്, കഴിച്ചുകൂട്ടാനാണ് കവി പറയുന്നത്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും സർവേശ്വരൻ നല്ലൊരു ശാന്തിയും സമാധാനവും നിറഞ്ഞ സന്തോഷപൂർണ്ണമായൊരു ദിവസം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭസുദിനം. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എൻ്റെ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.